BJP-യിലെ ഒരു വിഭാഗത്തിനെങ്കിലും ഈ ഷോൺ ജോർജ് ഇത് പറയേണ്ടതായിരുന്നു എന്ന ഒരു നിലപാടുണ്ട്. ഇത് എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ കേക്കും കുരുത്തോലിയുമൊക്കെയായി പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ പുറത്തേക്ക് BJP അത് അത്ര കണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. PC ജോർജ് ക്രൈസ്തവ സഭകളെക്കുറിച്ച് പറയുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടല്ല എന്നാണ് അവരുടെ ഒരു പ്രതികരണമായി വന്നിട്ടുള്ള BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകി. ഞങ്ങൾക്ക് ഇനി ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരുമായി നല്ല അടുപ്പമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി BJP ആണ് എന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നു. നേരത്തെ തന്നെ BJP ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ സഖ്യകക്ഷികളും BJP-യും NDA-യും ചേർന്ന് നോക്കിയാൽ എത്രയോ ക്രിസ്ത്യൻ 200-ലധികം ക്രിസ്ത്യൻ MLA-മാരുണ്ട്, ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്. അതൊക്കെ BJP-ക്ക് ഒരു വലിയ രാഷ്ട്രീയ ഗുണം ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ ഇതിൽ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ചോദിക്കും, ആളുകൾക്ക് ഇതിൽ മറുപടി പറയേണ്ടി വരും. സഭാ നേതൃത്വവും ഇത് വരും ദിവസങ്ങളിൽ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലപ്രഖ്യാപനത്തോടു കൂടി കൂടുതൽ ചൂടുപിടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് കേരളം ചർച്ച ചെയ്തത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. കേരളത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വലിയ തോതിൽ നടക്കുകയാണ്. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു സമയം ആയിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിലപാട്. ഇക്കാര്യത്തിൽ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ചോദിക്കുന്നില്ല, കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ലീഗ് പറയുമ്പോഴും അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി മോഹം ലീഗിനുണ്ടോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമുണ്ട് എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു. 100 സീറ്റിന് സാധ്യതയുണ്ട് എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ ലീഗിന് മികച്ച വിജയം നേടാൻ കഴിയും. അങ്ങനെ നേടിയാൽ ലീഗിന് സ്വാഭാവികമായും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ലീഗ് ചിലയിടത്തെങ്കിലും. മുസ്ലിം ലീഗിന് സംസ്ഥാനത്ത് അങ്ങനെ ഒരു അർഹതയുണ്ട് എന്ന് തുറന്നു പറയുന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. അപ്പം മുൻപ് CH മുഹമ്മദ് കോയ സാഹിബ്, അതുപോലെ ഔഖാദർ കുട്ടി നാഹിം ഒക്കെ ഇതുപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അർഹതയുണ്ട്, അത് ചരിത്രപരമായ ഒരു അർഹതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം നിലവിൽ പക്ഷേ അങ്ങനെ ഒരു അവകാശവാദത്തിനായി ശ്രമിക്കുന്നില്ല, അത് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അർഹതയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഭാവിയിൽ ചർച്ചകൾ വന്നാൽ അക്കാര്യം പരിഗണിക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. UDF-ന് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം അങ്ങോട്ട് ആവശ്യപ്പെട്ട് ലീഗ് മുന്നണിയെ പ്രതിസന്ധിയിൽ ആക്കില്ല എന്ന് നേരത്തെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ലീഗിനകത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ആ ലീഗിൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുനോക്കാം. എന്താണ് അവർ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് അതിൽ നിന്നൊരു ചിത്രം നമുക്ക് ലഭിക്കും. കാണാം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്. ട്രെൻഡ് എല്ലാവരും വർത്തമാനം UDF-ന് അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDF-ന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ? അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. അത് നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഔഖാദർ കുട്ടി നഹ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും അത് ഞങ്ങൾക്ക് അർഹതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ക്ലെയിം ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. അർഹത ഉണ്ടല്ലോ. അർഹത വെച്ചാൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം ആവശ്യം ഇപ്പോൾ നമ്മളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നേരത്തെ നേതാക്കൾ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ല, ആ സമയത്തുള്ള ചർച്ചകളല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള ചർച്ചകളിൽ ആ സമയത്ത് നോക്കാം. ഏതായാലും അതാണ് അതിൻ്റെ ഒരു ചിത്രം. പ്രതിസന്ധിയിലാക്കാനില്ല, മുന്നണിയെ പ്രതിസന്ധിയിലാക്കാനില്ല. പക്ഷേ ലീഗിന് അതിനുള്ള അർഹതയുണ്ട്.
അത് വേണമെങ്കിൽ ആവശ്യം വരുന്നൊരു ഘട്ടത്തിൽ ഇങ്ങോട്ട് ചോദിച്ച് നിങ്ങൾ നിർബന്ധിച്ചാൽ കേരളത്തിന് ഒരു ഉപമുഖ്യമന്ത്രി വേണം എന്ന് വളരെ സമ്മർദ്ദം ചെലുത്തിയാൽ ആകാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് പറയുന്നതെങ്കിലും ലീഗിൻ്റെ മനസ്സ് അറിയുന്നവർക്കറിയും അത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് കൊതിക്കുന്നു എന്ന ചിത്രമാണ് കിട്ടുന്നത്. പക്ഷേ എന്തായാലും കേരളത്തിൽ ഈ ഉപമുഖ്യമന്ത്രി അത്ര ഒരു പരിചിതമായൊരു സംഭവമല്ല. കേരളത്തിൽ ഇതുവരെ ആകെ 3 നേതാക്കളാണ് ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഒരു നേതാവ് കോൺഗ്രസിൽ നിന്നും മറ്റ് 2 പേർ മുസ്ലിം ലീഗ് നേതാക്കളുമാണ്. അതിൽ മുസ്ലിം ലീഗ് നേതാക്കളായിരുന്ന ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔക്കാദർ കുട്ടി നാഹിയാണ് കൂടുതൽ കാലം ഈ ഉപമുഖ്യമന്ത്രിയായി ഇരുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. 1960 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വൻ വിജയത്തിലേക്ക് നയിച്ച ശങ്കർ പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൽ ആദ്യം ഉപമുഖ്യമന്ത്രിയായാണ് സ്ഥാനം ഏറ്റെടുത്തത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. 1960 62 കാലഘട്ടത്തിലെ കാര്യമാണ്. പിന്നെ CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിൽ CH വലിയ ആദരണീയനായിരുന്നു. കേരളത്തിൻ്റെ 2ാമത്തെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. 1 തവണ അദ്ദേഹം ആ പദവി വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ കരുണാകരൻ മന്ത്രിസഭയിലാണ് 2 മന്ത്രിസഭകളിലായി അദ്ദേഹം ആ പദവി വഹിച്ചത്. 81, 82, 83 അങ്ങനെ കുറച്ചു കാലം ഏതാണ്ട് 54 ദിവസത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി CH മുഹമ്മദ് 54 ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും CH മുഹമ്മദ് കോയ ഇരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായത്. പിന്നീട് നിയമസഭാ സ്പീക്കറായും അദ്ദേഹം ഇരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും നിയമസഭാ സ്പീക്കറായും മന്ത്രിയായും ഒക്കെ ഇരുന്ന ഒരു വ്യക്തി ആരാണ് എന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ കേരളത്തിൽ ഏക വ്യക്തി അദ്ദേഹം മാത്രമായിരിക്കും, CH മാത്രമായിരിക്കും. അപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷവും സംസ്ഥാനത്ത് മന്ത്രിയാകുന്ന ഏക വ്യക്തിയും CH തന്നെയാണ് എന്നതാണ് അതിലെ ഒരു രസകരമായ കാര്യം. ഇപ്പോൾ തുടർച്ചയായ 6 മന്ത്രിസഭകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഔക്കാദർ കുട്ടി നാഹ, മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഔക്കാദർ കുട്ടി നാഹ 3ാമത്തെ ഒരു ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഹമ്മദ് കോയയുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം ഈ ഉപമുഖ്യമന്ത്രിയായി വരുന്നത്. കരുണാകരൻ മന്ത്രിസഭയിലാണ് 83 മുതൽ 87 വരെ ആ പദവി വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും അധികം കാലം അങ്ങനെ ആ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു കാലത്തിന് ശേഷം 87 ശേഷം കേരളത്തിൽ പിന്നെ അങ്ങനെ ഒരു ചർച്ച വളരെ സജീവമായിട്ടില്ല. ഏതായാലും വീണ്ടും ഒരു ഉപമുഖ്യമന്ത്രി എന്ന ഒരു പ്രയോഗം വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് ഇനി കൂടുതൽ വരാം. ഇനിയും മറ്റു ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് ഞാനൊരു ചെറിയ ഇടവേളയെടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.